ഹായ്, ഹലോ. അവിടെ ഒരാൾ വർക്ക് ചെയ്യുവാണ്. ഞങ്ങൾ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതേ ദോശ ചുടുക. ദോശ ഇന്നലത്തെ ചിക്കൻ കറി. ഇനി ഇന്നലത്തെ ചിക്കൻ കറിയാണെങ്കിൽ അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ഇടിയപ്പം കഴിച്ചത്, രാവിലെ ചപ്പാത്തി. പക്ഷേ ഈ ചിക്കൻ കറി എനിക്കിഷ്ടം ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. ഇടിയപ്പത്തിൻ്റെ ദോശയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഞങ്ങൾ. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. പക്ഷേ ബ്രഞ്ചാണിത്. ബിക്കോസ് ഞങ്ങൾക്ക് ടൈം കിട്ടില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറെന്നും. അതുകൊണ്ട് ഇവിടെ ഇരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം കിട്ടാറില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ആര് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള സംശയത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അനങ്ങിയിട്ടില്ല. രാവിലെ തൊട്ടേ നല്ല വർക്കായിരുന്നു. എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു 11 മണിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ആ ചെയറിൽ നിന്ന് എണീക്കാൻ പറ്റും ഞങ്ങൾക്ക്. രാഹുൽ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിച്ചിട്ട് വീണ്ടും പോയി പണിയെടുക്കണം. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ വ്ലോഗ്. ചിക്കൻ തിളയ്ക്കുന്ന ഗുളു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ചിക്കൻ ഇന്നലെ ഇതൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല തിക്ക് ഗ്രേവിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തികയാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. വെള്ളം ഒഴിച്ച് കുറച്ചങ്ങ് ലിക്വിഡിയാക്കി. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ 3 ദോശയായി. ബാക്കിയും കൂടെ ചുറ്റിട്ട് ഞങ്ങളിരുന്ന് കഴിക്കും. എന്നിട്ട് ബാക്കി അവിടെ. ഓക്കെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ടാവും. തട്ടുദോശ ആക്കിയ. ഇപ്പോൾ ഇവിടെ രാത്രി 6 ഓൾമോസ്റ്റ് 7 കഴിഞ്ഞു. ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലഞ്ച് ഭയങ്കരമായിട്ട് ഡിലേ ആയിപ്പോയി. കാരണം ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കണ്ടല്ലോ നിങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ലേറ്റായി. കാരണം ഇന്ന് ഒരു 12 കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അതൊരു ബ്രഞ്ചായിട്ട് കൂട്ടിയുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വർക്ക് ചെയ്യാൻ പോയി. എന്നിട്ട് വർക്ക് ചെയ്തു. മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ എല്ലാം എടുത്ത് വെച്ചിരുന്നു. സാമൺ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ എടുത്ത് വെച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. വൈകിട്ട് 5 മണിയായപ്പോഴാണ് കുറച്ചൊന്ന് ഫ്രീ ആയത്. അതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് വന്ന് ചോറും കറിയും ഉള്ളതൊക്കെ കൂടെ കഴിച്ചിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ പോയൊരു 15 മിനിറ്റ്സ്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോം ബാർഗെയിൻസിൽ പോയി. ഹോം ബാർഗെയിൻസ് ഇവിടെ മിക്ക സ്ഥലത്തും ഉള്ളതാണ്. മീൻസ് ഗ്രോസറി ഒന്നുമല്ല, നമ്മുടെ കുറച്ച് ക്ലീനിങ് ഐറ്റംസ്, ലിക്വിഡ്, അങ്ങനത്തെയൊക്കെ നമുക്ക് ഹോം ബാർഗെയിൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്നു. ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് വന്നു. ഞാനൊരു ജാം റോൾ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. മിക്സഡ് ജാം റോളാണ്. അതിൽ പൈനാപ്പിൾ, സ്ട്രോബെറി ഒക്കെ ഉണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് ജാം റോൾ കഴിക്കുമ്പോൾ കേട്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ പോകുന്നതിന് മുന്നേ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി എഗ്ഗ് കറിയാണ്. അപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചു. ഇനി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് രാഹുൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ഇന്ന് ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എഗ്ഗ് കറിയാണിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഈ സ്വിസ് റോള് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയുമായി. ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അസോർട്ടഡ് മിനി സ്വിസ് റോൾസ് എന്നാണ്. അപ്പോൾ ഇതിൽ 3 ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൽ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു സ്ട്രോബെറി ട്രൈ ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ സ്ട്രോബെറി എടുത്ത് നോക്കട്ടെ.
കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല. നാട്ടിൽ കിട്ടുന്നതിൽ ആ ഒരു എനിക്കറിയില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്ന് തോന്നുന്നു. മുകളിലൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് ഷുഗറി ടെക്സ്ചർ ആയിരിക്കില്ലേ, ഒരു ഷുഗർ കോട്ടഡ് പോലെ. പോരാ, എനിക്ക് ജാം ഇഷ്ടമായി, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ബ്രെഡാണ് എനിക്ക് ഇഷ്ടമാകാത്തത്. നോർമൽ ജസ്റ്റ് ഒന്ന് എന്താണെന്നറിയാൻ വികാരം. പോരാ, അതേപോലെ വയ്ക്കാം. അപ്പോൾ നമുക്ക് എഗ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എഗ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ ഇടിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത എഗ്ഗ് ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. ഞാനിവിടെ ഒരു 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. കറിക്ക് ഞാൻ കട്ട് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിച്ചോളൂ. എഗ് കറിക്ക് ഞാനിവിടെ പ്രത്യേകിച്ച് വേറെ റെസിപ്പി മാറ്റുന്നൊന്നുമില്ല. ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള സെയിം ക്രീമി എഗ് കറി എന്ന് പറഞ്ഞിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം തന്നെയാണ്. ജസ്റ്റ് ക്രീം ഒഴിക്കണം. നമ്മുടെ നോർമൽ എഗ് കറിയുടെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ സിംഗിൾ ക്രീം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. നോർമലി എഗ് കറിയുടെ ഗ്രേവിക്ക് വേറെ കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് സവാള ഇടേണ്ടി വരില്ലേ. ഇതിപ്പോൾ ഞാൻ ഇതിൽ സവാള കുറച്ചിട്ട് ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാൻ ഞാൻ ക്രീം ഒഴിച്ചു കൊടുക്കും. ഇതിന് മുന്നേ ഞാൻ കാഷ്യൂ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് കാഷ്യൂവിനേക്കാളും എനിക്ക് ടേസ്റ്റ് വൈസ് ഇഷ്ടമായത് ക്രീമിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. ലാസ്റ്റ് മുട്ടയും കൂടെ പൊട്ടിച്ചതിന് ശേഷം ഞാനിവിടെ തീ ഓൺ ചെയ്തിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ. ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഇവിടുത്തെ കോക്കനട്ട് ഓയിലൊക്കെ മെൽറ്റായി. കഴിഞ്ഞ 1-2 ആഴ്ച ചൂടായിരുന്നു. ആ ഒരു ചൂടിൽ കോക്കനട്ട് ഓയിലെല്ലാം മെൽറ്റായി. എണ്ണ ചൂടാവുമ്പോൾ ഞാനിവിടെ ആസ് യൂഷ്വൽ എൻ്റെ ഒട്ടുമിക്ക എല്ലാ നോൺ വെജ് ഗ്രേവീസിലും ഞാൻ ഇടുന്ന എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് പെരുംജീരകം ഞാൻ പൊട്ടിക്കും. പൊട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ഇന്ന് ഞാൻ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞിട്ടില്ല. അത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ അരിയാമെന്ന് വിചാരിച്ചു. കുറച്ച് ടൈം കിട്ടും. എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഉള്ളി ഇട്ടു. ഇന്ന് നമുക്ക് ജിഞ്ചർ ഗാർലിക് റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. എണ്ണ ഒഴിക്കുക, പെരുംജീരകം പൊട്ടിക്കുക, ഉള്ളി വഴറ്റുക, ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തുണ്ടെങ്കിൽ ഇടുക. എരിവിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇടാം. ഞാൻ ഇടുന്നില്ല. ഇതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും ഉപ്പ് ഇപ്പോഴേ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ ഉള്ളി വഴണ്ട് വരുമ്പോൾ സെറ്റായിരുന്നോളൂ. അപ്പോൾ ഉപ്പിട്ടു. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ഒരു സോഫ്റ്റ് ബ്രൗൺ ടെക്സ്ചർ ആകുമ്പോഴാണ് ഞാനിതിലേക്ക് പൊടികൾ ഇടുന്നത്. പൊടികൾ നോർമലായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല കുറച്ച്, പിന്നെ പെപ്പർ ഞാൻ ലാസ്റ്റ് ക്രീമൊക്കെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റാണ് പെപ്പർ കുറച്ചിടും. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് ലാസ്റ്റ് ഇടും. അത്രേ ഉള്ളൂ ഇത്. അപ്പോൾ ക്രീമിലാണ് എല്ലാ കളികളും. ഇതിൽ ടേസ്റ്റ് മാറ്റുന്നത് ക്രീം തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ സെറ്റായിട്ട് എൻ്റെ വീഡിയോ കാണിക്കാം.
അപ്പോൾ എൻ്റെ മുട്ടക്കറി ഏകദേശം ഗ്രേവി സെറ്റായി. ഞാനപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കിടും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ ഞാനപ്പോൾ എഗ്ഗ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടു. നമുക്ക് ക്രീം ഇടാം. രാഹുൽ എം ജി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തരാമോ? ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ മുട്ടക്കറിയാണ്. കുറച്ച് കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കാറ്. റിച്ച് ക്രീമി മുട്ടക്കറി. ഒരു കുറവും വരുത്തല്ലാന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റിയുമാണ്, യമ്മിയുമാണ് അല്ലേ? ഇപ്പം സ്ഥിരമാണിത്. പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഉള്ളി വഴറ്റുക, പൊടികളിടുക, വെള്ളം ഒഴിക്കുക, ക്രീം ഒഴിക്കുക, മുട്ട ഇടുക, തീർന്നു. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ആയി. ഇനി ഞങ്ങൾ പതിവ് പോലെ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വാക്കിന് പോയിട്ട് അന്ന് ഡിന്നർ കഴിക്കും. യമ്മി കറി ആയിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഡിന്നർ കഴിക്കില്ല, കാരണം ലേറ്റ് ലഞ്ച് ആയതുകൊണ്ട് മിക്കവാറും ഞാൻ സ്കിപ്പ് ചെയ്യും. ഞാൻ എന്തായാലും ഇപ്പം നടക്കാൻ പോവാ. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം. ഓൾ സെറ്റ് ഫോർ ദി ഈവനിങ് വാക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡിയായി പുറത്തിറങ്ങാൻ പോവാം. രാവിലെ മുകളിൽ ജാക്കറ്റ് എടുക്കാൻ പോയി. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. ഞാൻ രാവിലെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരും. ഇവിടെ ഒരു പാർക്കുണ്ട്. പാർക്കല്ല, ജസ്റ്റ് ഒരു ഗ്രൗണ്ട്. അപ്പോൾ അതുവഴി ജസ്റ്റ് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വരും.